കാസർഗോഡ് ഗതാഗത നിയമലംഘനങ്ങൾക്ക് കൂട്ട നോട്ടീസ് നൽകിയ MVD നടപടിയിൽ ഇടപെട്ട മന്ത്രി KB ഗണേഷ് കുമാർ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കുമ്പള ടൗണിൽ സ്ഥാപിച്ച AI ക്യാമറയിൽ നിന്ന് 2023 മുതൽ 400-ലധികം പേർക്കാണ് പിഴ ലഭിച്ചത്. കുമ്പളയിൽ 2023 മുതലുള്ള ഗതാഗത നിയമലംഘന നോട്ടീസുകൾ ഒന്നിച്ചയച്ചെന്ന മാധ്യമ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറോട് നിർദ്ദേശിച്ചു. കുമ്പള ബദിയടുക്ക KSTP റോഡിൽ സ്ഥാപിച്ച AI ക്യാമറയിൽ നിന്നാണ് പിഴകൾ വന്നത്. മേഖലയിലെ 400ഓളം പേർക്കാണ് കൂട്ടപ്പിഴ ലഭിച്ചത്. 2023 മുതലുള്ള ചലാനുകൾ ഒന്നിച്ചു വന്നതോടെ ചിലർ 1 ലക്ഷത്തിന് മുകളിൽ വരെ പിഴ അടക്കണം. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറയാണ് പണി കൊടുത്തത്. 2023 സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് അടുത്തുവരെ ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല. ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമലംഘനം നടത്തിയവർക്കാണ് പണി കിട്ടിയത്. എന്നാൽ 2023 മുതലുള്ള മുഴുവൻ പിഴകളും ഒരുമിച്ച് വരികയായിരുന്നു. ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചലാൻ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അയക്കണം എന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറയുന്നത്. 2023 സമാനമായ പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ചലാനുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമ്പള.